ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടം. അവസാനവട്ട മുന്നൊരുക്കങ്ങളിൽ നാടും നഗരവും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി 1000 രൂപ ഓണസമ്മാന വിതരണത്തിനും സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. JNU ക്യാമ്പസിൽ പൊതുദർശനം നടന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രവാസികൾക്കായി നോർക്ക രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11ാം സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ മുംബൈ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ വിശദമായി. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടമെത്തുന്നതോടെ ഓണാഘോഷത്തിനുള്ള അവസാനഘട്ട ഓട്ടപ്പാച്ചിലാണ് നാടും നഗരവും. വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിനിടയിലാണ് ഇക്കുറി ഓണം എത്തുന്നത് എന്നതിനാൽ ആഘോഷങ്ങൾക്ക് പൊലിമ കുറവാണ്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾ ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും പൂക്കളമിട്ടും സദ്യവട്ടത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തി മലയാളികൾ തയ്യാറെടുപ്പിലാണ്. ഉത്രാടപ്പാച്ചിൽ വിപണിയെ വീണ്ടും സജീവമാക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരശാലകളും വഴിയോര കച്ചവടക്കാരും. ഓണം വിപണന മേളകളിലും പച്ചക്കറി ചന്തകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും വലിയ തോതിലുള്ള ആൾത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നതിനാൽ പൂവിപണിയും സജീവമാണ്. റോഡുകളിലും ജനത്തിരക്ക് ഏറിയിട്ടുണ്ട്. ഓണപരീക്ഷകൾ പൂർത്തിയാക്കി സ്കൂളുകൾ ഇന്ന് അടച്ചതോടെ കുട്ടികളും ഓണാഘോഷത്തിൽ പങ്കുചേർന്നു തുടങ്ങി. തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ഓണവിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ഉത്രാടപ്പാച്ചിലിന് മുൻപ് തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഓണക്കച്ചവടം ഉച്ചസ്ഥായിയിലാണ്. ഇത് നഗരത്തിലെ ഗതാഗതക്കുരുക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓണത്തിന്റെ വെപ്രാളങ്ങൾ ഏറെയുള്ളത് ചാലയിലും കിഴക്കേക്കോട്ടയിലുമാണ്. നഗരത്തിലെ തുണിക്കടകളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയതിനാൽ കനകക്കുന്ന് മ്യൂസിയം പരിസരങ്ങളിൽ കച്ചവടം നടത്തിയിരുന്നവർ നിരാശയിലാണ്. പതിവ് പോലെ പച്ചക്കറിക്കായി കടകളിലും ഓണച്ചന്തകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതേസമയം പൂവിനും പച്ചക്കറിക്കും മുൻവർഷങ്ങളെപ്പോലെ കടുത്ത വിലയില്ല എന്നതാണ് ജനങ്ങൾക്ക് ഏറെ ആശ്വാസം. സംസ്ഥാനത്തെ 60 വയസ്സ് മുതൽ പ്രായമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഓണസമ്മാനമായി 1000 രൂപ വീതം നൽകുന്നതിന്റെ സംസ്ഥാനതല വിതരണം മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്ലാമൂല നഗറിലെ 6 പേർക്ക് മന്ത്രി ഓണസമ്മാനം കൈമാറി. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 32 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് വോട്ടർ പട്ടിക സെപ്റ്റംബർ 20-നും അന്തിമ പട്ടിക ഒക്ടോബർ 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. 2024 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് പേര് ചേർക്കാൻ അർഹതയുള്ളത്. ഇതിനായി sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകണം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വീണ ജോർജ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതോടെ അനാവശ്യമായ ആന്റിബയോട്ടിക് ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി മന്ത്രി വ്യക്തമാക്കി. വെറ്ററിനറി ആന്റിബയോട്ടിക് മരുന്നുകൾ ഫാമുകൾക്കും അനിമൽ ഫീഡ് വ്യാപാരികൾക്കും ഒരു മാനദണ്ഡവും പാലിക്കാതെ വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഓപ്പറേഷൻ വെറ്റ് ബയോട്ടിക് എന്ന പേരിൽ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 2.33 ലക്ഷം വിലയുള്ള വെറ്ററിനറി ആന്റിബയോട്ടിക്കുകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പിടിച്ചെടുത്തു. മൃഗങ്ങളുടെ പാലിലൂടെയും മാംസത്തിലൂടെയും ഇത്തരം ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം മനുഷ്യ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അല്പസമയത്തിനകം വസന്ത് കുഞ്ചിലെ വസതിയിലെത്തിക്കും. JNUവിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാളെ AKG ഭവനിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറും. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അദ്ദേഹം അന്തരിച്ചത്.
കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഈ മാസം 17 മുതൽ കേരളത്തിലും നടക്കും. മാലിന്യമുക്ത കേരളം നവകേരളം പരിപാടികളുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ശുചിത്വ മിഷൻ, കുടുംബശ്രീ, മേരെ യുവ ഭാരത്, നെഹ്റു യുവ കേന്ദ്ര, നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയവ സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഈ മാസം 17 മുതൽ ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. KSRTC ജീവനക്കാരിൽ നിന്ന് 5 ദിവസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് പിടിക്കാനുള്ള തീരുമാനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പിൻവലിച്ചു. ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാനും ഉത്തരവിറക്കിയതിന് പിന്നിലെ ദുരൂഹത അന്വേഷിച്ച് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് ഒറ്റഗഡുവായി ശമ്പളം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ജീവനക്കാരുടെ 5 ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനം വന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI കേസിൽ സുപ്രീം കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. 5.5 മാസം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ജയിൽ മോചിതനാവുന്നത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ED കേസിൽ മുൻപ് തന്നെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ആവേശപൂർവ്വമാണ് അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കാൻ എത്തിയത്. സെപ്റ്റംബർ 1 മുതൽ 2 മാസക്കാലത്തേക്ക് UAEയിലെ അനധികൃത താമസക്കാർക്കായുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രവാസികൾക്കായി നോർക്ക രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു. പരമാവധി മലയാളികളിലേക്ക് പൊതുമാപ്പിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുക, അപേക്ഷ സമർപ്പിക്കാനും രേഖകൾ തയ്യാറാക്കാനും സഹായിക്കുക, നാട്ടിലേക്ക് മടങ്ങാൻ താൽപര്യമുള്ളവർക്ക് യാത്രാ സഹായം നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ സർക്കാരുമായും നോർക്കയുമായും ഏകോപിപ്പിക്കുന്നതിനാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC ക്ലൗഡ് ജിറാർഡെറ്റ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടു. 400 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയും 24,116 കണ്ടെയ്നർ ശേഷിയുമുള്ള കപ്പൽ ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ കപ്പലാണ്. മലേഷ്യയിൽ നിന്നെത്തിയ കപ്പൽ കണ്ടെയ്നർ ഇറക്കിയ ശേഷം പോർച്ചുഗലിലേക്ക് പോകും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. കന്നിമാസ പൂജകൾ കൂടിയുള്ളതിനാൽ തുടർച്ചയായ 9 ദിവസം ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ട്. ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്തെത്തുന്ന മുഴുവൻ ഭക്തർക്കും ഓണസദ്യ നൽകും. 14 മുതൽ നട അടയ്ക്കുന്നതുവരെ എല്ലാ ദിവസവും നെയ്യഭിഷേകവും നടത്താം. കന്നിമാസ പൂജകൾക്ക് ശേഷം സെപ്റ്റംബർ 21-നാണ് നട അടയ്ക്കുന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ഭാഗമായ ഓണവില്ല് സമർപ്പണം തിരുവോണ നാളിൽ രാവിലെ 5 മണിക്ക് നടക്കും. ഓണവില്ല് ബുക്ക് ചെയ്തിട്ടുള്ളവർക്കുള്ള ആദ്യഘട്ട വിതരണം ഈ മാസം 19 മുതൽ ആരംഭിക്കും. തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഓണസദ്യ നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏക് പേഡ് മാക്കേ നാം പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ ആകാശവാണി അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി V. ശിവകുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാം ശ്രീകുമാർ മുഖത്തല എന്നിവർ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11-ാം സീസണ് ഇന്ന് തുടക്കം. നിലവിലെ ജേതാക്കളായ മുംബൈ FCയും ഷീൽഡ് വിന്നേഴ്സായ മോഹൻ ബഗാനുമാണ് ആദ്യ മത്സരത്തിൽ കൊമ്പ് കോർക്കുന്നത്. കൊൽക്കത്ത സാറ്റലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30-നാണ് മത്സരം. മലയാളി ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം മറ്റന്നാളാണ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് FCയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കൊല്ലം ഒയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 2ാം പ്രതി അനിതകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കേസിൽ തുടരന്വേഷണത്തിനും കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടം. അവസാനവട്ട മുന്നൊരുക്കങ്ങളിൽ നാടും നഗരവും. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി 1000 രൂപ ഓണസമ്മാന വിതരണത്തിനും സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. JNU ക്യാമ്പസിൽ പൊതുദർശനം നടന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. UAEയിലെ പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രവാസികൾക്കായി നോർക്ക രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11-ാം സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ മുംബൈ FC മോഹൻ ബഗാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.